സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം 13ാം ദിവസത്തിലേക്ക്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും സമരപ്പന്തൽ സന്ദർശിക്കും. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ സമരം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിന് പിന്തുണ ഏറി വരുന്ന പശ്ചാത്തലത്തിലും സർക്കാർ ഇപ്പോഴും മുഖം തിരിച്ചു തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ സലീം? റിജിത്ത്, കാര്യമായൊരു കൂടിയാലോചനയും നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സർക്കാർ ചില പൊടിക്കൈകൾ പ്രയോഗിച്ച് ഈ സമരക്കാരെ ഇവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഈ സമരത്തിന് പിന്തുണ ഏറി വരുന്നു എന്നുള്ളതാണ് ഈ 13ാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെ UDF കൺവീനർ MM ഹസൻ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർ ഇവിടേക്ക് എത്തി. ഇന്ന് 9 മണിയോടുകൂടി രമേശ് ചെന്നിത്തല വീണ്ടും സമരപ്പന്തൽ സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രമേശ് ചെന്നിത്തല മുൻപ് നേരത്തെ ആ സമരത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ഇവിടെ എത്തിയ നേതാവാണ്. ഈ സമരത്തെ അവസാനിപ്പിക്കാനായി സർക്കാർ നേരത്തെ നടത്തിയിരുന്ന ചില പൊടിക്കൈകൾ, അത് ഒന്ന്, ഈ കുടിശ്ശികയായിരുന്ന ഓണറേറിയത്തിൽ നിന്നും 2 മാസത്തെ കുടിശ്ശിക തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു. അത് നേരത്തെ തന്നെ അനുവദിച്ചു എന്ന് പറഞ്ഞിരുന്നതാണ്. അത് ഒരു വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കി. അതിന് പിന്നാലെ ഇവരുടെ പ്രധാനപ്പെട്ട സമരാവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഓണറേറിയവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്ന്. ആ മാനദണ്ഡങ്ങളും പിൻവലിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മറ്റാവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഈ 2 ആവശ്യങ്ങൾ പരിഗണിച്ചെങ്കിൽ പോലും സമരക്കാർ പിന്തിരിയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ട് താനും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഒരു മഹാസംഗമം നടത്തിയിരുന്നു. ആ മഹാസംഗമത്തിന് ശേഷം സമരത്തിന്റെ ശക്തി കുറയും എന്ന് സർക്കാർ കേന്ദ്രങ്ങൾ പോലും വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അതിന്റെ തൊട്ടു പിന്നാലെ ഈ ജോലിയിൽ നിന്ന് പണിമുടക്കിക്കൊണ്ടാണ് അവർ മറ്റൊരു സമര രീതിയിലേക്ക് കടന്നത്. ആ സമരം കൂടുതൽ ശക്തിയായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ചേച്ചി, കഴിഞ്ഞ 13 ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട്. സർക്കാർ ചില ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ പിന്മാറാൻ തയ്യാറല്ലേ? പിന്മാറാൻ നമ്മൾ തയ്യാറല്ല. സർക്കാർ നമ്മുടെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. നമുക്ക് പറയുന്നത് മിനിമം വേതനം. നമ്മുടെ ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഇത്രയും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ എങ്ങും ഇല്ലെന്നാണ് എനിക്ക് ഉള്ള അനുഭവം. കാരണം നമ്മളിവിടെ അവർ പറയുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നതെന്ന്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആ തുക കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഈ തുച്ഛമായ 7000 രൂപ കൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. കോവിഡ് കാലഘട്ടങ്ങളിൽ എല്ലാവരും അടച്ച് വീടെല്ലാം പൂട്ടി വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രാത്രി 12 മണിക്കും 1 മണിക്കും PP കിറ്റ് ഇട്ട് ഓരോ കോവിഡ് വന്ന എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങൾ സീരിയസ് വന്നാൽ ആംബുലൻസുമായി നമ്മൾ അവരെ ചെന്ന് കയറ്റി കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഈ പറയുന്നവരെല്ലാം റൂമിനകത്ത് അടച്ച് ഫാനും ഇട്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വാർഡിലെ ഒരു കോവിഡ് വന്ന ആശാവർക്കർമാരുണ്ട്. അവർക്ക് ഇതുവരെയും ഒരു കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. അല്ല റിജിത്ത്, അങ്ങനെയാണ്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഇവരുടെ ആവശ്യങ്ങൾ പലതാണ്. അത് ഏതെങ്കിലും 2 ആവശ്യങ്ങൾ പരിഗണിച്ചത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളതല്ല സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 7000 എന്ന തുച്ഛ ഓണറേറിയത്തിൽ നിന്ന് 21,000 ഉയർത്തുക എന്നുള്ളതാണ്. ഒപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകുക, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ ഉള്ളത്. റിജിത്ത്, ശരി. സലീം മാലിക് സമരവേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.